ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ അലക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇച്ചൂസും കൂടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ വട്ടയിലെല്ലാം ആക്കി വെക്കുമോന്ന് ഇച്ചു. പിന്നെ ഞാൻ മുറ്റത്തേക്ക് അലക്കാൻ ഇറങ്ങുമ്പോൾ അപ്പം ഇറങ്ങുമോന് വെള്ളത്തിൽ കളിക്കാൻ മുറ്റത്ത് ചെയ്യാന്നെല്ലാം പറയുന്ന ഓന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താണെന്നറിയില്ല, അവന് വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മുറ്റത്തൊക്കെ മണ്ണിലൊക്കെ കൊണ്ടിട്ടാൽ ഭയങ്കരമായിട്ട് സന്തോഷം വരും. അങ്ങനെ പിന്നെ ഞാനിത് അലക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പം ഇച്ചുവിനെ വട്ടയിൽ വെള്ളത്തിൽ കൊണ്ട് ഇരുത്തും. അവന് കുറച്ച് കളിപ്പാട്ടെല്ലാം കൊടുത്തിട്ട് ആ വട്ടയിൽ ഇരുത്തുക ചെയ്യുക. ഇല്ലേ പിന്നെ അവൻ എന്നെ അലക്കാൻ വിടില്ല, ചൊറയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ അവനെ ഞാൻ ഒരു വഴിക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അലക്കിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിച്ചാൽ എനിക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ടാവും, ബാക്കി പണിയൊക്കെ അമ്മ എടുക്കും. അങ്ങനെ ഇച്ചു ആ വട്ടയിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓനെ അരിപ്പിയും അവൻ്റെ കുറച്ച് ബസ്സും സാധനങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ട് അവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് അവനോട് ഇരുന്നോളും. പിന്നെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ആക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വേഗം ഓടിപ്പോയി അതും നോക്കി. അപ്പോഴേക്ക് ചോറ് വന്നിട്ടുണ്ടായിരുന്നു, വേഗം എടുത്ത് വാർത്തു. പിന്നെ കറിയൊക്കെ അമ്മാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എൻ്റെ ഓരോരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഇച്ചുവിൻ്റെ കുളിയൊക്കെ ഏകദേശം ആവും. അപ്പോഴേക്ക് ഞാൻ വേഗം തുണിയൊക്കെ ആറി ഇട്ടിട്ട് വേണം ഇച്ചുവിനെ വേഗം കുളിപ്പിച്ചിട്ട് ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട്. നേരത്തെ അവൻ ഉള്ളിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുരുത്തൊക്കെ കിടക്കും. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഉള്ളിലേക്ക് കയറുമല്ലോ. അങ്ങനെ അവനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് വന്ന് തോർത്തിയൊക്കെ കൊടുത്ത് മാറ്റാൻ വേണ്ടിയിരുന്നു. പിന്നെ ട്രൗസർ ഇടാന്ന് പറയുന്നത് അവന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കുപ്പായം ട്രൗസറൊന്നും ഇടാൻ വിടില്ല, തലയാണെങ്കിൽ ഒട്ടും തോർത്താനും വിടില്ല. ഒരു വലിയ യുദ്ധം തന്നെ അവിടെ നടക്കും ഗൈസ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവൻ ഈ കുപ്പായൊക്കെ ഇട്ടതായി സുന്ദരമണിയാക്കി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഞങ്ങൾക്ക് സമയമായിട്ടുണ്ടായിരുന്നു, വേഗം ചോറെടുത്തു. ഇച്ചുവിനും എനക്കും കൂടിയിട്ട്. ഇച്ചു അധികം ചോറ് തിന്നിട്ടില്ല, ഓ മുട്ട മാത്രമേ തിന്നിട്ടില്ല. അങ്ങനെ ഞാൻ ചോറൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അവന് ചെറിയൊരിതായി, അവൻ എന്നെ വിടുന്നുണ്ടായില്ല. പിന്നെ ഞാൻ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് മുട്ടായി മേടിച്ചാൽ അത് മേടിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് അവനെ ഇവിടെ ആക്കിയിട്ട് നേരെ വന്നു. ഒടുക്കത്തെ വെയിലായിരുന്നു, കുടയെടുക്കാൻ മറന്നുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോക്ക് നേരെ വന്നു. ടൗണിലെത്തിയപ്പോൾ ഒരു മോരും വെള്ളം കുടിച്ച് നേരെ ക്ലാസ്സിൽ കയറി. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നേരെ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള താല്പര്യമുള്ളൊരു കൂൾപ്പാറുണ്ട് കേട്ടോ. ഇവിടുത്തെ അവിൽ മിൽക്കൊക്കെ അടിപൊളിയാണ്. വാനില ഫ്ലേവറിന് വന്നിട്ട് 50 രൂപയുള്ളൂ, ബാക്കി എല്ലാത്തിനും 80 രൂപയുണ്ട്. നമ്മൾ വാനിലയാണ് മേടിച്ചിട്ടുണ്ടായത്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും തലപ്പുറം വരുമ്പോൾ ഫ്രഷ് കയറിയിട്ട് ഒന്ന് കുടിച്ചു നോക്കുക. നല്ല അടിപൊളി കിട്ടുന്ന സാധനമാണ്. അങ്ങനെ ഞാൻ ലേശം ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അവളും കുടിച്ചു, ഞാനും കുടിച്ചു. നമ്മളിങ്ങനെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നബ്രാസ് പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലോട്ടെത്തി വാതിലോട് നോക്കുമ്പോൾ ഇച്ചുനും കാണുന്നില്ല, അവർ രണ്ടാളും പുറത്തായില്ല, ഇച്ചു അച്ഛനും. അങ്ങനെ നേരെ അവനെ ഞാൻ വിളിച്ച് ഇച്ചുവിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ബത്തക്കയും മുന്തിരിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചുവിന് മുന്തിരി ജ്യൂസ് വേണമെന്ന്. അങ്ങനെ വേഗം മുന്തിരി ജ്യൂസൊക്കെ ആക്കിയിട്ട് ഇച്ചുവിനും കൊടുത്തു. ഞാനും അച്ഛനും എല്ലാവരും കൂടി ഇരുന്ന് കുടിച്ചു. പച്ച മുന്തിരിയാണ് കേട്ടോ, അടിപൊളി ജ്യൂസാണ്. പിന്നെ അവനെ കൊടുത്തപ്പോൾ തന്നെ അവൻ കുറച്ച് കസേരയിലൊക്കെ മറിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കുടിച്ചു, അടിപൊളിയാണ്. അപ്പോഴേക്ക് ഇച്ചുവിൻ്റെ ഫ്രണ്ട് അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടാം വണ്ടിയിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ ബൈ.